സഭാപ്രസംഗി 5:5-6 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തി നശിപ്പിക്കുന്നത് എന്തിന്? ദൈവത്തോട് ചെയ്യുന്ന നേർച്ചകളെ നിസ്സാരമായി കാണരുതെന്ന് തിരുവെഴുത്ത് ഊന്നി പറയുന്നു. അവ വെറും വാക്കുകളല്ല, മറിച്ച് പവിത്രമായ പ്രതിജ്ഞകളാണ്. ആവർത്തനം 23:21-23 വരെ പറഞ്ഞിരിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിങ്ങൾ പാപമായിരിക്കും. നേരാതിരിക്കുന്നത് പാപമാകയില്ല. നിന്റെ നാവിന്മേൽ നിന്നത് വീണത് നിവർത്തിക്കുകയും വായ്കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം. സഭാപ്രസംഗി 5:6 മുന്നറിയിപ്പ് നൽകുന്നു: നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? നമ്മുടെ വാക്കുകൾക്ക് ആത്മീയ ഭാരമുണ്ട്. നാവ് ശക്തമാണെന്നും മുഴുവൻ ശരീരത്തെ മലിനമാക്കുമെന്നും യാക്കോബ് 3 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ധിക്കാരപരമായ വാഗ്ദാനങ്ങൾ, വൈകാരിക പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആവേശകരമായ പ്രതിബദ്ധതകൾ എന്നിവ നൽകുന്നത് നമ്മെ പാപത്തിലേക്ക് നയിച്ചേക്കാം. മത്തായി 5:37 പറയുന്നു: നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമായിരിക്കട്ടെ. സത്യം പറയുന്ന ദൈവം തന്റെ ജനത്തിൽ നിന്നും അതുതന്നെ പ്രതീക്ഷിക്കുന്നു. വാക്കിൽ മാത്രമല്ല, സത്യസന്ധതയിലും അനുസരണത്തിലും ഭയഭക്തിയിലും അവനെ ആരാധിക്കുക.